നമ്മൾ ഈ ദേവാലയങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിക്കാവോ അത്രയും മനോഹരമായിട്ടാണ് നമ്മൾ നിർമ്മിക്കുക. കാരണം ദൈവത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഒരിടമാണ്. ഞാനെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടനാട്ടിൽ ഏറ്റവും പുരാതനമായ 3 പള്ളികളുണ്ട്. ഒന്ന് എടത്വാ പള്ളിയും പുളുങ്കുന്ന് പള്ളിയും ചമ്പക്കുളം പള്ളിയുമാണ്. ഇത് 3ഉം പണിതിട്ടാണ് 130 വർഷത്തിന് മുകളിലായി. അതന്ന് നമ്മുടെ കാർന്നോന്മാർ പണിതത് എത്ര ഗാംഭീര്യത്തോടെയാണ്, എത്ര മനോഹരമായിട്ടാണ്. ചില പള്ളികൾക്ക് ബാൽക്കണി പോലും ഉണ്ട്. അന്നത്തെ കാലത്ത് ബാൽക്കണി പോലും ഉണ്ടാക്കിയാണ് പള്ളി പണിതിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, 130 വർഷങ്ങൾക്ക് മുമ്പ് ആ ഇടവകകളിലൊക്കെ ഓടിട്ട എത്ര വീടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തമ്പുരാന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ദേവാലയം ഏറ്റവും മനോഹരമായിരിക്കണം എന്നുള്ള നിലയിൽ നമ്മുടെ ദൈവജനമെല്ലാം തങ്ങളുടെ അധ്വാന ഫലമെല്ലാം സമർപ്പിച്ച് അങ്ങനെ പണിതുയർത്തുന്ന ദേവാലയങ്ങൾ, അതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഇപ്രകാരം മനോഹരമായി തമ്പുരാൻ്റെ ഈ ആലയം ക്രമീകരിച്ചു. അതിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ദേവാലയം ഇപ്രകാരമെല്ലാം പണിതുയർത്തുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ കാണാനായിട്ട് കടന്നു വരുന്ന ഒരു സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മോശയെ ഇടയ്ക്കിടയ്ക്ക് പ്രകോപിപ്പിക്കും. നിൻ്റെ ദൈവം എവിടെയാണ്? നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വഴിയാധാരമാക്കി എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ ദൈവം എവിടെയാണെന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കും. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദൈവം പറയുകയാണ്, ഞാൻ ദൈവജനത്തിന് ഈ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? സീനായി മലയിലാണ്. അപ്പോൾ പറഞ്ഞു 3 ദിവസം നീ ദൈവജനത്തെ ഈ ജനത്തെ ശുദ്ധീകരിക്കണം. സീനായി മലയ്ക്ക് ചുറ്റും വേലി കെട്ടണം. ആ വേലിക്കപ്പുറത്തേക്ക് ആരും പ്രവേശിക്കരുത്. കാരണം ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരികയാണ്. അതൊരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമല്ല. ദൈവം എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പം ഈ മനുഷ്യരിതൊന്നും ഓർക്കുന്നില്ല. മോശ ദൈവം കൽപ്പിച്ചതുപോലൊക്കെ തന്നെ ചെയ്തു. ജനത്തെയെല്ലാം വിശുദ്ധീകരിച്ചു. 3-ാമത്തെ ദിവസം ദൈവം കടന്നു വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സീനായി മലയിൽ ദൈവത്തിൻ്റെ മഹത്വം ആവസിച്ചു. ഒരു ചൂളയിൽ എന്ന പോലെ സീനായി മലയിൽ നിന്ന് പുക ഉയർന്നു. കാതടപ്പിക്കുന്ന ശബ്ദം, ഭയങ്കരമായ പ്രകാശം, ഇടിമുഴക്കം, ഇതെല്ലാം കൂടെ കണ്ട് ഈ ദൈവത്തെ ഒന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് വന്ന ജനമെല്ലാം കൂടെ പുറകോട്ടോടുകയാണ്. പുറകോട്ടോടിയിട്ട് അവർ പറയുകയാണ് മോശയോട്, മോശയെ, ദൈവത്തെ ഞങ്ങൾക്കിനി കാണണ്ട. നീ പോയി ദൈവത്തോട് സംസാരിച്ച് ദൈവം പറയുന്നത് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി. ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെയൊക്കെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി നമ്മുടെ കർത്താവ് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്തയാണ്, ദൈവമേ, ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ കാണാൻ സർവമഹത്വത്തോടും കൂടെ കടന്നു വന്ന നീ തന്നെയല്ലേ ഇന്നൊരു കുഞ്ഞപ്പമായി എൻ്റെ നാവിൽ അലിയുന്നത്? നമ്മുടെ കരങ്ങളിലിരുന്ന് കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് ഈ അപ്പവും വീഞ്ഞുമെല്ലാം മാറുമ്പോൾ വലിയ എളിമയോടും ആദരവോടും കൂടിയാണ് നമ്മൾ അത് സ്വീകരിക്കേണ്ടത്. കാരണം അത്രയും മഹത്വത്തിലായിരിക്കുന്ന ദൈവം നമ്മളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഒരു കുഞ്ഞപ്പമായി കടന്നു വരികയാണ്. അത് നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ ഈ മഹത്വം അത് നമുക്ക് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ദിവ്യ രഹസ്യാത്മകതയുടെ മുഴുവൻ അനുഭവവും ഓരോ വ്യക്തിക്കും ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ദേവാലയങ്ങൾ പണിതുയർത്തുന്നത്. ഈ ദേവാലയം എന്ന് പറയുന്നത്
ഒരു വലിയ രഹസ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. നമ്മളിവിടെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം അത് ഹൈക്കല എന്ന് പറയും, അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ മദ്ബഹ അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ഈ പറയുന്ന ബേമ ഇത് ജെറുസലേമിനെ സൂചിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ദൈവം മനുഷ്യനെ കാണാൻ വരുന്നതും മനുഷ്യൻ ദൈവത്തെ തേടിപ്പോകുന്നതും എല്ലാം നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ പല തീർത്ഥാടനങ്ങളായിട്ട് അനുസ്മരിക്കുകയാണ്. വൈദികൻ മദ്ബഹായുടെ വിരി തുറന്ന് ഈ ബേമായിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ കാണാൻ വരുന്ന ആ ഒരു അനുഭവമാണ് നമ്മൾ ഓർക്കുക, അനുസ്മരിക്കുന്നത്. അതുപോലെ നമ്മളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വൈദികൻ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിലേക്ക് കയറും. അങ്ങനെ സ്വർഗത്തിൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുമുള്ള അനേകം തീർത്ഥാടനങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. ഇത് കുറച്ച് മനുഷ്യർ കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഈ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കുർബാനയെ കേവലം ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, കൂദാശകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അത് നമുക്കായിട്ട് സജ്ജീകരിക്കപ്പെടുന്ന ഈ ഇടം നമ്മൾ അതീവ വിശുദ്ധിയോടെ പണിതുയർത്തുന്നതും അതീവ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതുമല്ല. അപ്പോൾ ഇവിടെയുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും അതുപോലെ എല്ലാം വലിയ ദിവ്യ രഹസ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്തിനാണ് നമ്മൾ ഈ മദ്ബഹ വിരിയൊക്കെ ഇട്ട് മറച്ചു വച്ചിരിക്കുന്നത്? അവിടെ എന്തോ രഹസ്യം നടക്കുന്നു എന്നുള്ള രീതിയിലല്ല, മറിച്ച് മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും ദർശിക്കാനാവുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ മഹത്വം, സ്വർഗത്തിൻ്റെ മഹത്വം. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ മാത്രം നമുക്ക് തുറന്നു കിട്ടുന്ന ഒന്നാണ്. അത് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മദ്ബഹായ്ക്ക് വിരിയിടുന്നതും അത് പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ തുറക്കുന്നതും മറ്റവസരങ്ങളിലെല്ലാം അത് അടച്ചിടുന്നതും. കാരണം അവിടേക്ക് കയറുമ്പോൾ അത് വെറുതെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് പോലെ കയറാൻ സാധിക്കില്ല. അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അത് ആദരവോടെ സ്നേഹത്തോടെ വേണം കയറുവാനായിട്ട്. അത് ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇടമാണ്. വൈദികൻ എന്തിനാണ് ഈ തിളങ്ങുന്ന കുർബാനക്കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നത്? ഇച്ചിരി സ്മാർട്ടായിട്ടിരിക്കട്ടെ എന്നോർത്താണ്? ഒരിക്കലും അല്ല. ഉദ്ധിതനായ ഈശോയുടെ മഹത്വം നമുക്കറിയാവുന്ന പ്രതീകങ്ങളിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഈ വൈദികൻ ജനങ്ങളെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അൽത്താരയെ നോക്കി നിൽക്കുമ്പോൾ, മദ്ബഹായെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ മദ്ബഹായെ നോക്കി ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൈദികൻ ദൈവജനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം സുവിശേഷ ഗ്രന്ഥം എടുത്തുകൊണ്ട് വരികയും അതുപോലെ ആശീർവാദം നൽകുകയും സമാധാനം ആശംസിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവത്തെ പ്രതിനിധാനം ചെയ്യും. ഇങ്ങനെ പ്രതീകങ്ങളിലൂടെ ദൈവിക രഹസ്യങ്ങളിലേക്ക് എത്തുന്ന പൂജ്യമായ ഇടമാണ് ദേവാലയം. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയം അതിൻ്റെ പ്രതീകാത്മകത ഒട്ടും നഷ്ടപ്പെടുത്താതെ നമ്മൾ പണിതുയർത്തുന്നത്. ഇവിടെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ മദ്ബഹായൊക്കെ പണിതുയർത്തി സ്വർഗത്തിൻ്റെ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ ആ വിരി തുറക്കുമ്പോൾ സ്വർഗത്തെ കാണാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളെ സ്വർഗീയമായ ആരാധനയിലേക്ക് നയിക്കണം. നമുക്കറിയാം, ഇത് സ്വർഗീയമായ ആരാധനയുടെ മുന്നാസ്വാദനമാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത്. നമ്മുടെ കുർബാനയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കേതാണ്? പരിശുദ്ധൻ എന്നുള്ളതാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതെന്താണ്? അത് മാലാഖമാർ സ്വർഗത്തിൽ ദൈവപിതാവിനെ ആരാധിക്കുന്ന ആ പദങ്ങളാണ്, അപ്പോൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളാണ്. അത് തന്നെ നമ്മളും ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മളും മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ഇടം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് ദൈവികമായ ഒരു അനുഭവം നൽകുന്ന ഇടമായിട്ട് മാറണം. ഇത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇടം. ഇവിടെ കയറിയിരിക്കുമ്പോൾ ഇത് പരിശുദ്ധമായ ഒരു ഇടമാണ്. ആ പരിശുദ്ധമായ ഇടത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു അനുഭവം തന്നെ നമുക്കുണ്ടാവുന്നു. നമ്മുടെ ഭൗമിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് അല്പസമയം സ്വർഗീയമായ അനുഭൂതി നുകരാൻ നമ്മൾ ഇവിടെ എത്തുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനെന്നും വലിയ ശക്തിയും കോട്ടയുമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഈ ദേവാലയത്തെ കാണുവാനായിട്ട് സാധിക്കണം. ദേവാലയം കൂദാശ ചെയ്യുന്ന ദിവസമൊക്കെ ദേവാലയം നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ടൊക്കെ സൂക്ഷിക്കാറുണ്ട്. അത് പക്ഷേ അന്ന് മാത്രം വൃത്തിയായിട്ട് കിടന്നാൽ പോരാ. ഓരോ ദിവസവും ഇവിടെ ഒരു ചുക്കിലി അല്പം ഇവിടെ ഒരു പൊടി പിടിച്ചാൽ പോലും അത് നിങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കണം. കാരണം അത്രയും പൂജ്യമായിട്ട് നമ്മൾ കരുതേണ്ട ഒരിടമാണ് ഈ ദേവാലയം.